പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു ചട്നിപ്പൊടിയാണ്. ഇതുപോലുള്ള ഒരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഈ തുളയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വലിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുരിങ്ങയില പൊട്ടിക്കാൻ പറ്റും. ഇത്തരം ഉണ്ടെങ്കിൽ ഇത്തരം, അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ എല്ലാവരുടെയും കൈകളിൽ. ഇത്തരത്തിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിലും ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് മുരിങ്ങയില പൊട്ടിക്കുക. ഇതുപോലെ മുരിങ്ങയില ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. എണ്ണയില്ലാതെയാണ് വറുക്കണേ. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. കടലപ്പരിപ്പ്, കുരുമുളക്, ഉഴുന്നുപരിപ്പ്, മുതിര, ഇത്രയും സാധനം 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, തുവരപ്പരിപ്പ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് മാറ്റി കൊടുക്കാം. 2 കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി 1 പീസ്, വറ്റൽമുളക് 1 എണ്ണം, എരിവുള്ളതും എരിവില്ലാത്തതും, കറിവേപ്പില 1 പിടി, തേങ്ങ 1/2 മുറി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മല്ലിയ 1 ടേബിൾ സ്പൂൺ. ഇത് വറുത്ത മല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഒരു മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കാൽസ്യവും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്ന ഈ മുരിങ്ങയില രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കി വറുത്ത് വെച്ചതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ആക്കാം. മുരിങ്ങയിലയുടെ പകുതി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പകുതി നമുക്ക് പൊടിച്ചിട്ട് തേയിലയുടെ അകത്ത് ഉപയോഗിക്കാം. കാപ്പിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതും നല്ലതാണ്. ഇപ്പം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം. ഈ 1 കഷ്ണം പുളി കൂടി അതിനകത്തോട്ടൊന്ന് വറുത്ത് ചേർക്കാം. എന്നിട്ട് പൊടിച്ചെടുക്കാം. പുളി കൂടി ജാറിനകത്തിട്ടിട്ട് പൊടിച്ചിട്ട് വരാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ അടിച്ചെടുക്കുക. കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് ഞാൻ തേയിലയുടെ കൂടെ ചേർത്ത് നമ്മൾ കാപ്പി തിളപ്പിക്കുമ്പോഴേക്ക് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് തേയിലയുടെ കൂടെ മിക്സ് ചെയ്യുക. ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. നമ്മൾ ഈ മുരിങ്ങയില ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെള്ളമയം ഉണ്ടാകരുത്. നമ്മൾ മുരിങ്ങയില നന്നായിട്ട് കഴുകിയിട്ട് അത് പേപ്പറിൽ നിരത്തി ഉണക്കിയതിന് ശേഷം മാത്രം അത് വറുത്തെടുക്കുക. വെയിലത്ത് ഉണക്കുന്നതും നല്ലതാണ്. വെയിലത്ത് ഉണക്കിയിട്ട് അങ്ങനെ പൊടിക്കാൻ പറ്റുന്നവർ അങ്ങനെ പൊടിച്ചെടുക്കുക. അല്ലാത്തവർ ഇതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുക. അന്നേച്ച് ഇത് ഉപയോഗിക്കുക. നനവില്ലാത്ത പാത്രത്തിൽ ഇട്ട് വെക്കണം. മുരിങ്ങയില വെച്ചിട്ടുള്ള 2 ഐറ്റം ഇന്നത്തെ ഞാൻ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.